ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്. അതെന്താണെന്നാണ് നോക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന റീഡിങ്ങിനേക്കാൾ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. എന്നാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ നിങ്ങൾക്ക് ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. അതുപോലെ നമ്മളുടെ ചാനൽ പിന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ്, ഷെയർ, പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഇട്ട് വയ്ക്കണം. ഓക്കെ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോഴാണ് എല്ലാവർക്കും ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്കിന്ന് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ മനോഭാവം, നിങ്ങളോട് എന്താണ് ആൾക്ക് പറയാനുള്ളത്. ഹി ഓർ ഷീ ആണ്, ആരായാലും അത് എങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങളോട് പറയുകയാണ്, ചോദിക്കുകയാണ്, വൈ ഡു ഐ ഡിസേർവ് സമ്മൺ ലൈക്ക് യു? നിന്നെപ്പോലെ ഒരാളെ എനിക്ക് എന്തിനാണ് ഈശ്വരൻ തന്നത്, അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്ക് ഉണ്ടോ എന്നെനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് വളരെ നല്ല മതിപ്പാണെന്നാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ മതിപ്പാണ് ആ ഒരു കാര്യത്തിലേക്ക് പറയാൻ കാരണം എന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആൾക്ക് ഒട്ടും തന്നെ സ്യൂട്ടല്ല എന്നാണ് ആൾക്കിപ്പോൾ മനസ്സിലാവുന്നത് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഡോണ്ട് വെയിറ്റ് ഫോർ മീ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. എന്നെ വെയിറ്റ് ചെയ്തിരിക്കരുതെന്നാണ് പറയുന്നത്. നീ എന്നെ വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം എന്താണ്, നിനക്ക് അതിനുള്ള അർഹത എനിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹൗ കുഡ് യു എവർ ഫോർഗീവ് ദ മേഴ്സ് ഐ ഹാവ് മേഡ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങളാണ് നിന്നെ എനിക്ക് നഷ്ടപ്പെടാൻ കാര്യം. അപ്പോൾ പിന്നെ നിനക്ക് എങ്ങനെയാണ് എന്നോട് മറക്കാൻ അല്ലെങ്കിൽ എന്നോട് പൊറുക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് നിങ്ങളുടെ വ്യക്തി വളരെ വേദനയോടുകൂടി ചോദിക്കുന്നുണ്ട്. ഐ ഹാവ് ടു ലെറ്റ് യു ഗോ ദ ഫൈൻഡ് മൈസെൽഫ്. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കണം. കാരണം എന്താണ്, എനിക്ക് എന്നിലേക്ക് തിരിയണം, എന്നെ എനിക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ആൾക്ക് വളരെ കുറ്റബോധമുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഐ കാൺ കം ടു യു നൗ. എനിക്കിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള റീസണൊക്കെ നോക്കാം. ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരുന്നു എന്നാണ്. ഒരുപാട് ചൈൽഡ്ഹുഡ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ട്രോമകളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കാർഡ്സ്. ഐ ആം സ്കേർഡ് ഓഫ് റിജക്ഷൻ. എനിക്കൊന്നും തന്നെ റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഐ വാസ് ഹട്ട് ബൈ യു. ഞാൻ ഒരുപാട് ഹട്ട് ചെയ്തിരിക്കുന്നു നിന്നെ എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു. പിന്നെ നിനക്ക് എങ്ങനെയാണ് എന്നിലേക്ക് വീണ്ടും എന്നെ വരാൻ നിനക്ക് കഴിയുക എന്നൊക്കെ ചോദിച്ചിരുന്നു. ഐ കാൺ എക്സ്പ്രസ് മൈസെൽഫ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ലൈഫ് വിത്തൗട്ട് യു ഈസ് ഹോപ്പ്ലെസ്, ഡാർക്ക് ആൻഡ് ഡിപ്രസിങ്. ഐ മിസ് യുവർ ലൈറ്റ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, നീ ഇല്ലാത്ത എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഡാർക്കാണ്, അത് വളരെ ഡിപ്രസ്ഡാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ ഹോപ്പ്ലെസ്സാണ്. എന്നാൽ ഐ മിസ് യുവർ ലൈറ്റ്. നിൻ്റെ ലൈറ്റ് എനിക്ക് നഷ്ടപ്പെടുന്നു, പ്രകാശം എനിക്ക് നഷ്ടപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. നീ ഇല്ലാതെ എന്തൊക്കെയാണെങ്കിലും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്ന് പറയുന്നത് എൻ്റെ ലൈറ്റാണ്. ആ ലൈറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെയർ ടു സ്റ്റാർട്ട്. ഞാൻ എവിടെ ഇത് തുടങ്ങണമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു പിടിപാടും ഇല്ല. ഞാൻ ഇതെവിടെ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഞാൻ ഇതെങ്ങനെയാണ് ഇനി അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കിട്ടിയ കാർഡ്സിൽ നിന്ന് മനസ്സിലാകുന്നത്.
വാട്ട് ഈസ് ദ ട്രൂത്ത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് എനിക്ക് നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല, എന്നാൽ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ ഇപ്പോൾ കഴിയുന്ന സമയവുമല്ല. ഞാൻ നിന്നിൽ നിന്ന് കുറച്ചകന്ന് നിൽക്കുകയാണ്. എന്നാൽ എനിക്ക് നീ എൻ്റെ ലൈറ്റാണ്, നീ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. വിൽ ദിസ് അവർ ചേഞ്ച്, ഇതിനൊരു ചേഞ്ച് വരുമോ എന്ന് കൂടി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളോടാണ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. കാരണം സ്വന്തം മനസ്സാക്ഷിയോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്വന്തം മനസ്സാക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ നീറുന്ന ചില ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇറ്റ് ഈസ് ഓൾ ടു മച്ച്, ഇതെല്ലാം തന്നെ വളരെ കൂടുതലാണ് എന്നാണ്. വളരെയധികം തെറ്റുകൾ നിങ്ങളോട് ചെയ്തിരിക്കുന്നു എന്നാണ്. ഒരുപാട് ഹട്ട് ചെയ്തിരിക്കുന്നു, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്നു. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു, എനിക്കിതിനെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അതിനെ സാധിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞു അല്ലേ. അപ്പം പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാണണം, ഇവിടെ അർത്ഥം അതാണ്, ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയില്ല. ഐ ആം ദ മാൻ, ഞാനൊരു മനുഷ്യനല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഓക്കെ, യു വാസ് സോ ഡിഫറെൻറ്റ് ഫ്രം എവരി വൺ അറൗണ്ട് മീ, എനിക്ക് ചുറ്റുമുള്ള ഓരോരുത്തരിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നീ വളരെ ഡിഫറൻ്റായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ മതിപ്പായിട്ടാണ് തന്നെയാണ് ആൾ സംസാരിക്കുന്നത്. ഇവിടെ സെക്സ്വൽ ഡിസയർ പറയുന്നുണ്ട്, എൻ്റെ അർത്ഥം അറിയാമല്ലോ. അപ്പോൾ അത്തരം ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ്. ഐ ഫീൽ ലോൺലി, ഞാൻ വളരെയധികം ലോൺലിയാണ് എന്ന് കാണിക്കുന്നു. ഞാൻ വളരെയധികം അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലതുപോലെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ചൈൽഡ്ഹുഡ് സ്ട്രോമ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഐ ഫീൽ ലോൺലി. കാരണം ചില ചൈൽഡ്ഹുഡ് സ്ട്രോമയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മറികടക്കാൻ കഴിയില്ല. അത് നമ്മളുടെ മനസ്സിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നിട്ട് നമ്മളെ ഇങ്ങനെ ഹോൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ ആളേക്കാൾ കുറച്ചുകൂടി വളരെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ആളുകളെ കാണുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസും കടന്നു വരും. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ആൾക്ക് യാതൊരു ബോധവും ഇല്ല. വീണ്ടും സെക്സ് വിത്ത് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെയധികം ദ പാഷൻ ഈസ് ടു മച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ആ താല്പര്യം എന്ന് പറയുന്നത് ഇത് വളരെ കൂടുതലാണ് എന്ന് ആൾ സമ്മതിക്കുന്നു. ഐ കാൺ പ്രോമിസ് യു എനിത്തിങ്, എന്നാൽ എനിക്ക് ഒരു പ്രോമിസും നിനക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ കാണുമായിരിക്കും കേട്ടോ, എന്താണെന്നറിയില്ല. ഐ കാൺ ഹാൻഡിൽ യുവർ ലവ്, അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം നിങ്ങൾ വളരെ സിൻസിയറായ ഒരാളാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു നിങ്ങൾ എന്നാണ് കാണിക്കുന്നത്. ആ സ്നേഹം ആൾ തിരിച്ചറിഞ്ഞു, എന്നാൽ ആ സ്നേഹത്തെ തിരിച്ചു തരാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് പകർന്ന് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനോ ആൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ എന്ന് പറയുന്നുണ്ട്. എന്നെ ആളുകൾ വിശ്വസിക്കില്ല, ഞാനിതെന്ത് പറഞ്ഞാലും ശരി, എന്നെ ആരും വിശ്വസിക്കില്ല എന്നാണ് ആൾക്ക് പറയുന്നുണ്ട്. ദ ലവ് ഈസ് ക്രൈസി, എന്നാൽ നിങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ വളരെ ക്രൈസിയാണെന്ന് പറയുന്നുണ്ട്. വളരെ പാഷനാന്ന് പറഞ്ഞു, വളരെ ക്രൈസിയാണെന്ന് പറഞ്ഞു. ദ പാഷൻ ഐ ഫീൽ ഈസ് സോ വെമിങ്, ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്, എനിക്ക് നിന്നോടുള്ള ആ പാഷൻ എനിക്കത് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വളരെ എന്നെ തകർക്കുന്ന രീതിയിലാണ്. പക്ഷേ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഒരു വ്യക്തിയുടെ ഇന്നസെൻ്റ് എന്ന് പറയാം ഒരു കണക്കിൽ. കാരണം വെച്ചാൽ ഒരാൾ ഇന്നസെൻ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ എന്ന വ്യക്തി നിങ്ങളെക്കാൾ എത്രയോ താഴെയാണ് എന്ന് സ്വയം ബോധം വരിക, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നേരിട്ടൊരു പക്ഷേ നിങ്ങളോട് പറയാൻ കഴിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ആളുടെ മനസ്സിൽ കടന്ന് വിങ്ങുന്ന ചില സത്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് തുറന്ന് പറയുവാൻ വേണ്ടി വളരെയധികം വെമ്പുന്നു. നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച്, നിങ്ങൾ ലൈറ്റാണെന്നാണ് പറയുന്നത്, ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എന്നാൽ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ കഴിയുകയുമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വലി വളരെ ഉയർന്ന തലത്തിലാണ് നിങ്ങളുടെ സ്നേഹം. പക്ഷേ അത് ആൾക്ക് അതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എനർജിയുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ആ രീതിയിലുള്ള എന്തോ ഒരു വൈബാണല്ലോ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഡക്കുണ്ട്, അതിൽ നിന്ന് ഇന്ന് ഇത് തന്നെ സെലക്ട് ചെയ്യണം എന്നെനിക്ക് തോന്നണമെങ്കിൽ അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അതങ്ങനെ വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന
വളരെയധികം കാര്യങ്ങൾ പിന്നെ എന്താ പറയുക, അത് ഉള്ളിൽ കിടന്നിങ്ങനെ വെമ്പുകയാണ് അത്. പക്ഷേ പറയാൻ കഴിയാത്ത വിധത്തിൽ വളരെ വളർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് ഈ തരത്തിൽ ഈ ഒരു മാധ്യമത്തിലൂടെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ആരൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. കാരണം വെച്ചാൽ നമ്മളെടുക്കുന്നത് വെറും ഒരു റീഡിങ്ങാണ്. ആ റീഡിങ്ങിൽ നമുക്ക് വരുന്ന എനർജിയാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടും, ആർക്കൊക്കെ കിട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ ഇരുന്ന് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.